ഹായ് ഗൈസ്, എല്ലാവർക്കും വണക്കം. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്ന കാര്യം, ഇപ്പോൾ നമ്മുടെ നാട്ടിലുള്ള ഒരു ഹരിതസേന എന്ന് പറഞ്ഞൊരു സംഭവം നമ്മുടെ വീടുകളിൽ വന്ന് നമ്മുടെ പ്ലാസ്റ്റിക് കവറുകളെല്ലാം ചാക്കിലാക്കി വെച്ച് അവർ വന്ന് കൊണ്ടുപോകൽ മാത്രമല്ല 50 രൂപയും അവർക്ക് കൊടുക്കണം. 50 രൂപ കൊടുക്കുന്നത് കൊണ്ടെല്ലാം, പക്ഷെ ഇവർ ഈ പ്ലാസ്റ്റിക് എന്ത് ചെയ്യാണ് എന്ന് വല്ല ഐഡിയ ഉണ്ടായിരിക്കെങ്കിലും. ഇത് റീസൈക്കിൾ ചെയ്തിട്ട് തിരിച്ച് വരുന്നുണ്ടായിരിക്കാം, അതിനായിരിക്കാം കൊണ്ടുപോകുന്നത്. അല്ലെങ്കിൽ എന്താണ് എന്ന് എനിക്കറിയില്ല. അല്ലെങ്കിൽ സംസ്കരിക്കണ്ട, അതും അറിയില്ല. സംസ്കരിക്കാമെന്ന് എനിക്കറിയാൻ തോന്നുന്നു അല്ലേ. അപ്പോൾ ഈ 50 രൂപ കൊടുക്കേണ്ടതുണ്ടോ, അതോ എന്തിനാണ് ഈ 50 കൊടുക്കുന്നത് എന്ന് എനിക്കറിയില്ല. കാരണം ഇത് സർക്കാർ നിയമിച്ചതാണെങ്കിൽ അവർ കൊടുക്കണ്ടേ. അല്ലെങ്കിൽ എന്ത് ചെയ്യണം, പ്ലാസ്റ്റിക് മൊത്തം സർക്കാർ നിർത്തിക്കണം. ആ പ്ലാസ്റ്റിക് കമ്പനിയെ കേരളത്തിൽ നിരോധിക്കാൻ ഉള്ള വകുപ്പ് നോക്കണം. അപ്പോൾ സർക്കാർ നിയമിക്കുകയാണെങ്കിൽ സർക്കാർ എന്താ പറയുക, വണ്ടിക്ക് എണ്ണ അടിക്കാനും അവർക്കുള്ള ശമ്പളങ്ങളെല്ലാം അവർ തന്നെ കൊടുക്കണ്ടേ. ഇതിപ്പോൾ നമ്മൾ കാശ് കൊടുത്ത് സാധനങ്ങളൊക്കെ മേടിക്കുമ്പോൾ എന്തായാലും കവർ തരാതിരിക്കില്ല. നമ്മൾ കടയിൽ പോയി കഴിഞ്ഞാൽ കവറെല്ലാം തരിക. അപ്പോൾ നമ്മൾ മേടിച്ച് പോയി. ഇന്ന് പണ്ടൊക്കെ നമ്മൾ വടിസഞ്ചിയും മറ്റേ എല്ലാ ഗുഡ് ഷോപ്പറൊക്കെ ഉണ്ടായിരുന്നു. അത് വീട്ടിൽ നിന്ന് എടുത്ത് പോയിട്ട് നമ്മൾ അതിൽ സാധനങ്ങൾ മേടിച്ച് കൊണ്ടുവരലാണ്. ഇപ്പോൾ കടയിൽ എന്തെങ്കിലും വീട്ടിൽ നിന്ന് സാധനം മേടിക്കാൻ പറഞ്ഞാൽ കടയിൽ പോകുന്നു, അവർ പ്ലാസ്റ്റിക് കവറിൽ സാധനം ഇട്ട് തരുന്നു. അപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക് വാങ്ങിച്ച് വരും. പിന്നെ വീട്ടിൽ കൊണ്ട് പ്ലാസ്റ്റിക് കവർ അവിടെ വെക്കും. അങ്ങനെ പല രൂപത്തിലായിട്ട് നമ്മളത് നശിപ്പിക്കാറുണ്ട്. ഇപ്പോൾ അത് ഹരിതസേനയുടെ സംഭവം വന്നതുകൊണ്ട് അവർ ചാക്ക് തരേ അല്ലെങ്കിൽ വീട്ടിലെ ചാക്കിലൊക്കെ നിറച്ച് വെച്ചിട്ട് അവർ വന്ന് കൊണ്ടുപോകുന്നു. ഞാൻ ഈ യാത്ര ചെയ്യുമ്പോൾ കാണാറുണ്ട്, റോഡ് സൈഡിൽ ഒരുപാട് ചാക്ക് കൂട്ടിയിട്ടുണ്ടായിരിക്കും. അവരൊന്ന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് കൂട്ടിയിട്ടുണ്ടായിരിക്കും. അപ്പം അവരിത് കൊണ്ടുപോയി എന്താ ചെയ്യണമെന്ന് അറിയില്ല. എന്തായാലും അത് നമ്മൾ എന്താ പറയുക, അന്വേഷിക്കേണ്ട കാര്യമാണ്. കാരണം എന്താ ചെയ്യുന്നത് നമുക്ക് അറിയണ്ടേ. ഇത് റീസൈക്ലിംഗ് ചെയ്ത് വരുന്നുണ്ടോ, അതോ സംസ്കരിക്കുകയാണോ, നല്ല സാധനങ്ങൾ എടുത്തിട്ട് ബാക്കി വേസ്റ്റ് സംസ്കരിക്കുകയാണോ ഒന്നും അറിയില്ല. എന്തായാലും അങ്ങനെ ഒരു ധാരണ ആയിരിക്കും ഒട്ടുമിക്ക ജനങ്ങൾക്കും. അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക എന്താണ് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പോൾ ഇത് 50 കൊടുക്കണ്ടേ എന്നുള്ളതാണ് എല്ലാവരും ചർച്ച. എന്തിനാണ് നമ്മൾ കാശ് കൊടുക്കുന്നതെന്നൊക്കെ. അപ്പോൾ ഒന്ന് എന്താ പറയുക, ഇത് ശരിയാണോ, നമ്മൾ കാശ് കൊടുക്കുന്ന നിർബന്ധമാണോ? എത്ര പേർക്ക് ഇതിൽ താല്പര്യമുണ്ട് കാശ് കൊടുക്കണം? അപ്പോൾ ഒന്ന് അഭിപ്രായം പറയുക.